ചിക്കനും നൂഡിൽസും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരു ഏഷ്യൻ സ്റ്റൈൽ സോസിൽ കോട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏഷ്യൻ സ്റ്റൈൽ ചിക്കൻ നൂഡിൽസ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1/2 ടീസ്പൂൺ വിനീഗർ, 1.25 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിക്കൻ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് കോട്ട് ചെയ്തെടുക്കാം. ചിക്കനെ ഇതേപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്, അതിനകത്തേക്കിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഏകദേശം 150 ഗ്രാം കാണും. നമ്മൾ സോൾട്ട് ഇടുന്നില്ല, കാരണം സോയ സോസിനകത്ത് നല്ല സോൾട്ടിയാണ്, അതുകൊണ്ട് സോൾട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഈ മാരിനേഡ് എല്ലാം നന്നായിട്ട് കൂട്ടഡായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഇറച്ചി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. അത് കൂടാതെ ഞാൻ ഇവിടെ നൂഡിൽസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം എഗ് നൂഡിൽസ് ആണ്. അത് തിളച്ച വെള്ളത്തിലിട്ട് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ 3/4 കുക്ക്ഡ്, 3-4 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ കുക്കിംഗ് ടൈം. അത്രയും കുക്ക് ചെയ്ത് അത് ചൂട് ഫുൾ ആറി വെച്ചേക്കുന്നതാണ്. വൺസ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് എൻ്റെ പ്രിപ്പറേഷൻ എല്ലാം. ഞാനൊരു വോക്ക് ഹീറ്റ് ചെയ്യുക. അപ്പം വോക്ക് നന്നായിട്ട് ചൂടായി. ഈ സമയത്ത് കുറച്ച് ഓയിൽ ഒഴിക്കും. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് പീനട്ട്സ് ഉണ്ട്. 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി വറുത്തെടുക്കാം. പീനട്ട്സ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ തന്നെ അത് മാറ്റാം. ഇത് വിത്ത് സ്കിൻ ഉപയോഗിക്കാം, അല്ല വിത്തൗട്ട് സ്കിൻ ഉപയോഗിക്കാം. ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഞാൻ അടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്തു. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ചിക്കൻ ഇട്ട് കുറച്ച് ഇളകി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പോർഷനോട് ആഡ് ചെയ്യാം. ഒരു സ്പ്രിംഗ് അണിയൻ്റെ ഒരു തണ്ടാണ് യൂസ് ചെയ്യുന്നത്, അത് ഒന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഇപ്പം എപ്പോഴും ഇങ്ങനത്തെ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇറച്ചി ഒത്തിരി ഓവർ കുക്കായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. അധികം സമയം എടുക്കത്തില്ല കുക്കാവാൻ. നമ്മൾ ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോൾ കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ഓക്കെ, ചിക്കനും കുക്കായി. ഇത് റിമൂവ് ചെയ്യാം. കപ്പലണ്ടിയുടെ ഒപ്പം തന്നെ മാറ്റാം. സെയിം പാനിലേക്ക് തന്നെ ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യും. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു സെലറിയുടെ തണ്ട്. ഞാനിത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എപ്പോഴും അവൈലബിൾ അല്ല എങ്കിൽ കിട്ടുന്ന സമയത്ത് എടുത്ത് ചോപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ചോപ്പ് ചെയ്ത് ഫ്രീസ് ചെയ്യാൻ നമുക്ക് എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് കയ്യിലുണ്ടാവും.
ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ നമ്മൾ ത്രൂ ഔട്ട് കുക്ക് ചെയ്യുന്നത്, തീ കുറയ്ക്കത്തില്ല. ഇതിലേക്ക് സവോള ആഡ് ചെയ്യാം. ഒരു ചെറിയ സവോള യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ള വെജിറ്റബിൾസ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ബീൻസ്, ഒരു 3 ബീൻസ് സ്ലൈസ് ചെയ്ത് എടുത്തേക്കുന്നത്, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഒരു ചെറുത് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് സോട്ട് ചെയ്യുക. ക്യാരറ്റിൻ്റെ ഒക്കെ നിറം മാറാണ്ട് പക്ഷെ കുക്കാവുകയും വേണം. ചെറിയൊരു ബൈറ്റ് കിട്ടണം, ഫുള്ള് സോഫ്റ്റായി പോകല്ല, ചെറിയൊരു കടി കിട്ടുന്ന പോലെ കുക്ക് ചെയ്യും. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു ചുമന്ന മുളക്, ഫ്രഷ് ചില്ലിയാണ്, ഒരു ചുമന്ന മുളക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം തന്നെ ക്യാപ്സിക്കം ഒരു 1/4 ഭാഗം, ക്യാബേജ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് നാപ്പ ക്യാബേജ് അല്ലെങ്കിൽ ചൈനീസ് ക്യാബേജ് എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ്. അതിന് പകരം സാധാരണ ക്യാബേജ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് സോട്ടേ ചെയ്യുക. അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ 150 ഗ്രാം ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് സോസസ് നമുക്ക് വേണ്ടത് ഓയിസ്റ്റർ സോസ്, ഒരു 2 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്, ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, 1/2 ടീസ്പൂൺ ഷുഗർ, അര ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നൂഡിൽസ് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പീനട്സും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഫൈനലായിട്ട് കുറച്ച് സ്പ്രിംഗ് അണിയൻ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് സോൾട്ടും പെപ്പറും ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എൻ്റെ കണക്കിന് ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഏഷ്യൻ സ്റ്റൈൽ നൂഡിൽസ് നിങ്ങളെല്ലാവരും കണ്ടില്ല, വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയ, ഒരു 10 മിനിറ്റ് താഴെ ഉള്ളൂ ഇതിൻ്റെ കുക്കിംഗ് ടൈം അല്ല, ഒരു 5 മിനിറ്റ് എന്ന് പറയാം. ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ എൻ്റെ പെട്ടെന്നാണ് ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം നടന്നത്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.